വെഞ്ഞാറമൂട്ടിൽ 23കാരൻ നടത്തിയ കൊലയുടെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ് പോലീസ്. അമ്മയും കുഞ്ഞനുജനും ഉൾപ്പെടെ 6 പേരെ ആക്രമിച്ചത് സാമ്പത്തിക ബാധ്യത കാരണമെന്ന മൊഴിയിൽ പ്രതി അഫാൻ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ പ്രതിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇന്നലെ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സ്വർണം പണയം വെച്ചു എന്ന മൊഴി വ്യാജമാണ്. സ്വർണം പണയം വെച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. കൊലയ്ക്ക് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കട പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് അഫാൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇങ്ങനൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഗുരുതര പരിക്കുമായി ചികിത്സയിൽ കഴിയുന്ന ഉമ്മയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. വിസ കാലാവധി കഴിഞ്ഞതിനാൽ അഫാന്റെ പിതാവിന് നാട്ടിലേക്ക് മടങ്ങാൻ ഉടൻ കഴിയില്ല. ഔട്ട് പാസ് എടുത്ത് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ആണ് നടക്കുന്നത്. നമ്മളോടൊപ്പം റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. ഇപ്പോൾ കണ്ണൻ നായർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. കണ്ണൻ, എന്താണ് കാരണം എന്ന് ഒറ്റ കാരണത്തിലേക്ക് എത്താൻ കഴിയാതെ കുഴയുകയാണ് പോലീസ്. സാമ്പത്തികമായ പ്രശ്നങ്ങളാണെങ്കിൽ അനിയനെ എന്തിനു കൊലപ്പെടുത്തി എന്നുള്ള ചോദ്യമുണ്ട്. അതോടൊപ്പം കാമുകി എന്തിനു കൊലപ്പെടുത്തി എന്ന ചോദ്യമുണ്ട്. ഇങ്ങനെ കൃത്യമായ ഒരു കാരണത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരാഴ്ച മുൻപ് ഈ കുടുംബം ഒരു ആത്മഹത്യാശ്രമം അതിനെപ്പറ്റി ആലോചിച്ചിരുന്നു. അന്ന് അമ്മ വിയോജിക്കുകയാണ് ഉണ്ടായത്. പിന്നീടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാര്യത്തിൽ അമ്മയുമായി വീണ്ടും തർക്കമുണ്ടാകുന്നു. അമ്മയെ ആക്രമിക്കുന്നു. അമ്മ ഏറെക്കുറെ മരിച്ചു എന്നുള്ളൊരു ചിന്തയുണ്ടാകുന്നു. ആ സമയത്ത് ഈ സഹായിക്കാത്ത ആളുകളോട് പകയുണ്ടാകുന്നു. ഇങ്ങനെ പലതരം കഥകൾ പലയിടങ്ങളിൽ നിന്ന് കേൾക്കുകയാണ്. പോലീസ് ഏത് വഴിക്കാണ് കണ്ണൻ? പോലീസ് 3 കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിൽ ഈ പ്രതി പറഞ്ഞിട്ടുള്ള മൊഴി, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ കൊലപാതകം നടത്തി എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായും മുഖവിലേക്കെടുക്കാൻ പോലീസിന് സാധിക്കുന്നില്ല. കാര്യം അയാൾ പറഞ്ഞ പല കാര്യങ്ങളും കളവാണ് എന്ന് ചില അന്വേഷണങ്ങളിൽ നിന്ന് തന്നെ പോലീസിന് മനസ്സിലാവുന്നുണ്ട്. അയാളുടെ ടെലിഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ, കോൾ ടവർ ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ അയാൾ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ആ സമയത്ത് ഈ വ്യക്തി എത്തിയിട്ടില്ല. അതൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് ഇത് വ്യാജമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നത്. രണ്ടാമത്തേത്, ഇയാൾ ലഹരിക്ക് അടിമയാണോ എന്നുള്ള ഒരു സംശയമാണ് പ്രധാനമായും പോലീസിനുള്ളത്. അത് കണ്ടെത്താൻ വേണ്ടി ഇപ്പോൾ അയാളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. മദ്യം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ലഹരിയല്ല, രാസലഹരി അടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടിയാണ് ഇപ്പോൾ പോലീസിന് ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അയാളെ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോലീസ് പോകുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ തിരുവനന്തപുരം റൂറൽ SP എത്തി അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. തിരുവനന്തപുരം റേഞ്ച് IG ഇവിടേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു നെടുമങ്ങാട് DSP ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് പ്രധാനമായും ഇയാൾ എന്തിന് കൊല നടത്തി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വരുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച ഇയാൾ ഈ വെഞ്ഞാറമൂടുള്ള ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തുകയും അവിടെ സ്വർണം പണയം വെക്കുകയും ചെയ്തു. 90,000 രൂപയ്ക്കാണ് സ്വർണം പണയം വെച്ചത്. പക്ഷേ അന്ന് ഈ പ്രതിക്കൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലപ്പെട്ട പെൺസുഹൃത്താണ്. പെൺസുഹൃത്തിൻ്റെ തിരിച്ചറിയൽ രേഖകളുടെ കൂടി സഹായത്തോടു കൂടിയാണ് അവിടെ സ്വർണം പണയം വെച്ചത്. പക്ഷേ ഇയാൾ നൽകിയ മൊഴി അനുസരിച്ച് ഇന്നലെ വൈകിട്ട് ഇതേ സ്ഥാപനത്തിലെത്തി സ്വർണം പണയം വെച്ചു എന്നുള്ളതാണ്. ഞാൻ ആ സ്ഥാപനത്തിൽ പോയിരുന്നു. അവിടുത്തെ സ്ഥാപനത്തിലെ ഉടമകളുമായി സംസാരിച്ചു, അതിലെ ജീവനക്കാരുമായി സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ എത്തിയിട്ടുണ്ട്, അതിൻ്റെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പക്ഷേ ഇന്നലെ ഇവിടെ എത്തിയെന്ന് പറയുന്ന മൊഴി വ്യാജമാണ് എന്ന് ആ സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെ സമ്മതിക്കുന്നു. ആവശ്യമെങ്കിൽ പോലീസിന് കഴിഞ്ഞ ദിവസത്തെ CCTV ദൃശ്യങ്ങളടക്കം നൽകാൻ തയ്യാറാണ് എന്നും അവർ പറയുകയുണ്ടായി. പിന്നീടാണ് മറ്റൊരു സ്ഥാപനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം.